നമസ്കാരം. വേണു പരമേശ്വറാണ്. മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം പുതിയ വഴിത്തിരിവിലേക്ക്. അണിയറയിൽ അനുരഞ്ജന ശ്രമങ്ങളുമായി മേയർ. എന്നാൽ നിലപാടിൽ അണുക്കിട മാറ്റമില്ലെന്ന് KSRTC ഡ്രൈവർ യദു. വിഷയം കോടതിയിലേക്ക് നീങ്ങുന്നതോടെ കോടതിക്ക് പുറത്ത് പരിഹരിക്കണമെന്ന് പാർട്ടി നേതൃത്വം. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് ബാലുശ്ശേരി സംവരണ മണ്ഡലത്തിലെ MLA കൂടിയായ സച്ചിൻ ദേവും വിവാഹ പാർട്ടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ KSRTC ഡ്രൈവറുമായി വാക്കേറ്റവും പോർവിളിയും നടത്തിയത് പൊതുസമൂഹത്തിൽ കളങ്കമായെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ നിസാര വിഷയം ഒടുവിൽ ലൈംഗിക പീഡനത്തിന് സമാനമാക്കി വളർത്താനുള്ള മേയറുടെ ശ്രമമാണ് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും തർക്കത്തിനിടയാക്കുന്നത്. ഡ്രൈവർക്കെതിരെ ഒരു തെളിവുമില്ലാത്തതും കോടതിയിലെത്തിയാൽ നിലനിൽക്കാൻ സാധ്യതയില്ലാത്തതുമായ ലൈംഗിക ആരോപണമാണ് മേയറെയും പാർട്ടിയെയും വെട്ടിലാക്കിയിരിക്കുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രിയെ മേയർക്ക് കാറിനുള്ളിൽ ഇരുന്ന് തന്നെ ഒറ്റ ഫോൺ കോളിൽ വിളിച്ചു പറഞ്ഞ് KSRTC ഡ്രൈവർക്കെതിരെ നടപടിയോ താക്കീതോ നൽകി അവസാനിപ്പിക്കാമായിരുന്ന ഒരു വിഷയം നടു റോഡിൽ ക്യാമറ കണ്ണുകൾക്ക് നടുവിൽ സീബ്ര ലൈനിൽ ബസ്സിന് കുറുകെ റോഡിന്റെ ഒത്ത മധ്യത്തിൽ കാർ കുറുക്കിട്ട് ബസ് തടഞ്ഞതും ബസ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുന്നതിന് തുല്യമായി ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് വലിച്ചിടാൻ നോക്കിയതും ഡ്രൈവറെ യാത്രക്കാർ കേൾക്കെ തന്തയ്ക്ക് വിളിച്ച് വിഷയം വഷളാക്കിയതിലുമാണ് പാർട്ടിക്ക് നിരസം. മാത്രവുമല്ല, നഗരമധ്യത്തിൽ നടന്ന സംഭവം നിമിഷങ്ങൾക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതും മുഖ്യധാരാ മാധ്യമങ്ങളിൽ പാർട്ടി ചാനൽ ഒഴികെ മറ്റെല്ലാവരും ഒറ്റക്കെട്ടായി ഡ്രൈവർക്കൊപ്പം നിന്നതോടെയാണ് മേയറുടെയും MLAയുടെയും കയ്യിൽ നിന്ന് വിഷയം കാട്ടുതീ പോലെ പ്രതീക്ഷിക്കാത്ത തലത്തിലെത്തിയത്. ഭരണം കയ്യിലുണ്ടെന്നുള്ള അമിത പ്രതീക്ഷയിൽ വകുപ്പ് മന്ത്രിയെ കൊണ്ട് നടപടിയെടുപ്പിക്കാനുള്ള ശ്രമവും പാളി. മന്ത്രി KB ഗണേഷ് കുമാർ ആകട്ടെ പൊതുസമൂഹം ഏറ്റെടുത്ത ഈ വിഷയത്തിൽ നിഷ്പക്ഷത പാലിച്ചതും പാർട്ടിയെ വെട്ടിലാക്കി. ഒരുവിധ അനുരഞ്ജനത്തിനും താൻ തയ്യാറല്ലെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്നും ജോലിയിൽ ഒരു ദിവസമെങ്കിലും തിരികെ കയറുമെന്നും തന്നെയാണ് KSRTC ഡ്രൈവർ യദുവിന്റെ തീരുമാനം. കേസ് ഫയൽ ചെയ്യുന്നതൊക്കെ ന്യായമായിട്ടേ ചെയ്യുള്ളൂ. തെറ്റിദ്ധാരണ ഈ മാഡം പറയുമ്പോൾ മാഡം അതാണ് ഇതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മാഡം എന്നെ കുറിച്ച് പലതും കണ്ടെത്തി പറഞ്ഞിട്ടുണ്ട്. മാഡത്തിൻ്റെ ഇത് കണ്ടെത്തുന്നതിന് എന്നെക്കാട്ടിയും വളരെ മോശമായിരിക്കും കാര്യങ്ങൾ. ഞാൻ ആ ക്വാളിറ്റിയിൽ തരം താന്നിട്ടില്ല. നമ്മളിപ്പോൾ ഞാനൊരു KSRTC ജീവനക്കാരനാണ്. അപ്പോൾ KSRTC നാണം കെടുത്തുന്ന രീതിയിൽ ഞാൻ പെരുമാറേയില്ല. അപ്പോൾ ഒരു ദിവസം എനിക്ക് കയറിയേ മതിയാവുള്ളൂ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ കയറും. വാശിയാണ്. ഞാൻ അങ്ങനെ കയറിയില്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള എൻ്റെ സപ്പോർട്ടായിട്ടുള്ള AKDM, TDF, പിന്നെ BMSൻ്റെ കുറേ സുഹൃത്തുക്കളും ചേട്ടന്മാരും കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ അവർക്കൊരു അടിയാണ്. എന്തെന്ന് വെച്ചാൽ അവർ നാളെ ഒരു കാലത്ത് ഇതേപോലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഒരു മേയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിനിധിയോ ആവട്ടെ ഇതേപോലെ ഉടുക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല. അവരൊക്കെ സപ്പോർട്ടായിട്ട് മുന്നോട്ട് തന്നെ. എന്നാൽ മേയറെയും MLAയെയും തള്ളിപ്പറയാൻ പറ്റാത്തതിനാൽ ഉള്ളിൽ നീരസമുണ്ടെങ്കിലും മേയർക്കല്ല KSRTC ഡ്രൈവർക്കാണ് ജാഗ്രത കുറവുണ്ടായതെന്നും ഡ്രൈവറുടെ പൂർവ്വജന്മത്തിലെ കുഴപ്പങ്ങൾ പോലും പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഒരു മയത്തിൽ പറഞ്ഞ് പാർട്ടി സെക്രട്ടറി തൽക്കാലം തടിതപ്പി. ആ ഡ്രൈവറെയാണ് ജാഗ്രത കുറവുണ്ടായത്. അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് ഇതേപോലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഡ്രൈവർക്ക്. അപ്പോൾ ആ ഡ്രൈവർ ശരിയല്ലാതിരിക്കുന്ന ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നമാണ്. എന്നാൽ വിഷയം കോടതിയിലെത്തിയാൽ തെരുവിലെ സംസാരം കൊണ്ട് ഗുണമില്ലെന്നും അവിടെ തെളിവുകളാണ് സംസാരിക്കേണ്ടതെന്നും അറിയാവുന്ന പാർട്ടി നേതൃത്വം ഏത് വിധേനയും ഡ്രൈവറെ അനുനയിപ്പിച്ച് വിഷയം കോടതിയിലെത്താതെ നോക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനായി ജില്ലാ നേതൃത്വത്തിനും പ്രാദേശിക നേതൃത്വത്തിനും വാക്കാലുള്ള നിർദ്ദേശവും നൽകിയതായാണ് സൂചന. വേണ്ടിവന്നാൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഏതാനും പേരെ സ്വാധീനിച്ച് ഡ്രൈവർക്കെതിരായ മൊഴി പറയിക്കാനുള്ള ശ്രമവും അണിയറയിൽ സജീവമാണ്. അതിനിടെ കോൺഗ്രസ് അനുഭാവിയായ യദുവിന് വേണ്ടി KSRTCയിലെ TDFന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും ഘടകകക്ഷികളും മേയർക്കെതിരായ പോസ്റ്റർ പ്രതിഷേധവും തുടരുകയാണ്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഓടാൻ KSRTCക്ക് എന്ത് അധികാരം? ഞങ്ങളല്ലേ ഈ കാറിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര സുഗമമാക്കാൻ മറ്റു വാഹനങ്ങളെല്ലാം മാറിക്കൊടുക്കണം
എന്നുള്ള അഹങ്കാരമാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. മേയറുടെ ഹീനമായ നടപടി കോർപ്പറേഷൻ ഒന്നടങ്കം കളങ്കമായെന്നും മേയർ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ യോഗവും കയ്യാങ്കളിയോളമെത്തി. അപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരസഭയുടെ മേയർ ആ മേയർ എന്നുള്ള പദവി ദുരുപയോഗം ചെയ്ത് ആ ബസ് ഡ്രൈവറോട് വളരെ അപമര്യാദയായി പെരുമാറിയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നു. എന്നാൽ താനൊരു മേയറല്ലേ, മേയർ എന്നാൽ എല്ലാവരുടെയും മേയറല്ലേ, എന്നിട്ടാണോ തനിക്കൊരാപത്തുണ്ടായപ്പോൾ പ്രതിപക്ഷം ഒരു ഫോൺ കോളെങ്കിലും വിളിച്ച് അന്വേഷിച്ചില്ലല്ലോ എന്ന പരിഭവത്തോടെ മേയർ ഒരു അവസാനഘട്ട അനുരഞ്ജന ശ്രമം നടത്തി നോക്കിയത്? ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞ അവസാനത്തെ ഒരു ഭാഗം ഞാൻ അംഗീകരിക്കുന്നു. അത് ആരുടെയും മാത്രം മേയറല്ല, ഞങ്ങളുടെയും മേയറാണ് എന്ന് താങ്കൾ പറയുന്നു. ഈ വിഷയമുണ്ടായി ഇത്രയും സമയമായതിനു ശേഷം എന്തുകൊണ്ടാണ് ശരിയായ വസ്തുത എന്താണ് എന്ന് ചോദിച്ച് താങ്കളുടെ ഫോണിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു? അലങ്കോലമായതോടെ ജില്ലാ പ്രാദേശിക നേതൃത്വങ്ങൾ ആവശ്യമെങ്കിൽ സാക്ഷികളെ കണ്ടെത്താനും അതല്ലെങ്കിൽ ഏതു വിധത്തിലും അനുരഞ്ജനം നടത്തി ഡ്രൈവറെ വരുതിയിലാക്കി തൽക്കാലം വിഷയത്തിൽ നിന്ന് തലയൂരാനുമുള്ള തീവ്ര ശ്രമത്തിലാണ്. കാരണം വിഷയം കോടതിയിലെത്തിയാൽ നടു റോഡിൽ വണ്ടി തടഞ്ഞതിനും യാത്രക്കാരെ പാതിരാത്രിയിൽ പാതിവഴിയിൽ ഇറക്കിവിട്ടതിനും MLA-ക്കെതിരെയും വകുപ്പുകൾ ചുമത്തി കേസ് എടുക്കേണ്ടി വരുമെന്ന നിയമോപദേശം ലഭിച്ചതിനാൽ അനുരഞ്ജനമല്ലാതെ പാർട്ടിക്ക് മുന്നിൽ വേറെ വഴിയില്ലാത്ത അവസ്ഥയിലാണ്. വിഷയം കോടതിയുടെ പരിഗണനയിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും ബഹുമാനപ്പെട്ട DGP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനുള്ള നീക്കവും നടത്തിയതോടെയാണ് മേയറും പാർട്ടിയും കടുത്ത സമ്മർദ്ദത്തിലായത്. നന്ദിയോടെ.